നമസ്കാരം. കുട്ടികളിലെ ഹൃദയ തകരാറുകളെക്കുറിച്ച് ലോകത്ത് നടന്ന എല്ലാ പഠനങ്ങളും തുല്യമായതും ഗൗരവമേറിയതുമാണ്. ഏകദേശം 25% കുട്ടികൾക്കും ഹൃദയ തകരാറുകൾ കാണുന്നുണ്ട് എന്നത് വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒന്നാണ്. എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നവജാത ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള നാടാണ്. അത് ആശ്വാസകരമാണ്. എന്നാൽ ഹൃദ്രോഗ മരണങ്ങൾ കുട്ടികളിൽ കുറയേണ്ടതുണ്ട്. അത് കുറഞ്ഞു കിട്ടണമെങ്കിൽ ജന്മനാലുള്ള ഹൃദയ തകരാറുകൾ മുമ്പേ കണ്ടെത്തണം. അതിനായി ഒട്ടേറെ കാര്യങ്ങൾ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നവജാത ശിശുവിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ഹൃദ്രോഗത്തെക്കുറിച്ചും ഗർഭിണികൾ ഗർഭകാലത്ത് നടത്തേണ്ട പരിശോധനയെക്കുറിച്ചും ജീവിതശീലങ്ങളെക്കുറിച്ചും ബോധവതികളാകേണ്ടതുണ്ട്. ഹൃദയഭിത്തിയിലെ വിടവ്, രക്തക്കുഴലിൻ്റെ പ്രശ്നങ്ങൾ, വാൽവിലെ തകരാറുകൾ, ഹൃദയ അറകളിലെ പ്രശ്നങ്ങൾ ഇവയൊക്കെ നവജാത ശിശുവിനെ ബാധിക്കുന്ന ജന്മവൈകല്യങ്ങളിൽ ചിലതാണ്. മനുഷ്യഹൃദയത്തിന് 4 അറകളാണുള്ളത്. എന്നാൽ ഗർഭസ്ഥ ശിശുവിൽ ആദ്യം 2 അറകൾ ഉണ്ടാവുന്നു. 4 മുതൽ 7 ആഴ്ചകൾക്കുള്ളിൽ എല്ലാ അറകളും രൂപം കൊള്ളുന്നു. 7 മുതൽ 10 ആഴ്ചകൾക്കുള്ളിൽ രക്തക്കുഴലുകളും സജ്ജമാകുന്നു. നിർണായകമായ ഈ ഘട്ടത്തിലാണ് തകരാറുകൾ സംഭവിക്കുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് 4 അറകൾക്ക് പകരം 2 അറകൾ മാത്രമേ കാണൂ. അതുപോലെ തന്നെ വാൽവുകളുടെ കുറവ്, രക്തക്കുഴലുകളുടെ കുറവ് എന്നിവ ഗുരുതര തകരാറുകളാണ്. ജനിതക തകരാറ് കൊണ്ടും ഇവ വരാം. മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഹൃദ്രോഗ സാധ്യത ഉണ്ടെങ്കിൽ കുഞ്ഞിലേക്ക് പടർന്നു കിട്ടാം. വളരെ അടുത്ത രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹിതരാകുന്നത് കുഞ്ഞുങ്ങളുടെ ഹൃദയ തകരാറുകളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ആയതിനാൽ ഒരു സ്ത്രീ ഗർഭധാരണത്തിന് മുമ്പ് കൃത്യമായ മെഡിക്കൽ പരിശോധന നടത്തണം. തൈറോയിഡിൻ്റെ പ്രവർത്തനം, ഷുഗർ നില കൃത്യമാണെന്ന് അറിയണം. അണുബാധ, റുബല്ല പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. MMR വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഫോളിക് ആസിഡിൻ്റെ കുറവ് പരിഹരിക്കാൻ ഗർഭധാരണത്തിന് മുമ്പ് മരുന്ന് കഴിച്ചു തുടങ്ങണം. വ്യായാമരഹിത ജീവിതശൈലി മാറ്റണം. അമിതഭാരം ഒഴിവാക്കണം. ലഹരി ഉപയോഗിക്കരുത്. ഗർഭസ്ഥ ശിശു ഗർഭപാത്രത്തിന് അകത്താണോ, കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് ശരിയായ ക്രമത്തിലാണോ എന്നറിയാൻ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ അറിയുക. ഇതിനു പുറമെ 18 ആഴ്ചയെത്തുമ്പോൾ നടത്തുന്ന സ്കാനിംഗ് ആണ് അനോമലി സ്കാൻ. കുഞ്ഞിൻ്റെ പ്രധാന അവയവങ്ങളുടെ പ്രവർത്തനം വ്യക്തമായി മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും.